ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ സോസേജിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് നമ്മൾ സോസേജ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഇത് പത്തിരിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സോസേജ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മളിവിടെ 6 സോസേജാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചിക്കൻ സോസേജാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് കനം കുറഞ്ഞിട്ട് വേണ്ട കട്ട് ചെയ്യാനായിട്ട്. കാരണം കട്ടി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മൾ കനം കുറഞ്ഞ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ 6 സോസേജും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇത് നമ്മൾ കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനൊന്ന് മസാല തേച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം മല്ലിപ്പൊടിയാണിത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുള്ള സോസേജ് ഉണ്ടല്ലോ, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇവിടെ ഒരു ഭാഗം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമ്മുടെ സോസേജ് ഇതുപോലെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റിയിട്ട് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് നമുക്ക് സോസേജിന് ആവശ്യമുള്ള ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിലുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണക്കൊന്ന് മാറി വരട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേവാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് ഉള്ളി നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. കാരണം മൺചട്ടിയാണ്, പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇവിടെ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ഫസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇത് വലിയ ജീരകം പൊടിച്ചതാട്ടോ. ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല എരിവൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണക്കൊന്ന് മാറി വരട്ടെ. അതിനുശേഷമാണ് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ സോസേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
സോസേജ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ സോസേജ് ഗ്രേവിയിൽ കിടന്നിട്ട് ഒന്ന് സെറ്റായി വരട്ടെ. ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രൈ ചെയ്തുള്ള സോസേജ് ഒക്കെ നമ്മുടെ ഗ്രേവിയിൽ കിടന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പൊ സോസേജ് കിട്ടുന്ന സമയത്ത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്കും കൂടെ കൊടുക്കാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.